നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈവച്ചത് പക്ക ക്രിമിനലിനെയാണ്, കൂടുതൽ പൊള്ളേണ്ട കാര്യമൊന്നുമില്ല. വട്ടിയൂർക്കാവ് വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനെ പോലീസ് തൂക്കിയെടുത്തതിൽ വല്ലാതെ പൊള്ളി നിൽക്കുകയാണ് BJP. ആർ ശ്രീലേഖയൊക്കെ സുഗതനെ വെള്ളപൂശി രംഗത്തേക്ക് വന്നിരുന്നല്ലോ. വലിയ വൈറ്റ് വാഷ് അടിക്കലായിരുന്നു, കിടന്നങ്ങും മെഴുകുകയായിരുന്നു. സുഗതൻ പുണ്യാളനായിരുന്നു, രൂപക്കൂട്ടിൽ വെക്കേണ്ട ഐറ്റമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു BJP-കാരുടെ മോങ്ങലും കരയലും ഒക്കെ. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് അതിനുള്ള നല്ല ഒന്നാം തരം മറുപടി കൊടുത്തിട്ടുണ്ട്. ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതോടെ മുഖം നോക്കാത്ത നടപടി എടുക്കുന്നുണ്ട്. അതിന് നല്ലൊരു കയ്യടി കൊടുക്കണം. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന സുഗതൻ പൂവുകളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച ഒരു സാധുവായിരുന്നു എന്നൊക്കെ വാദിച്ച ആർ ശ്രീലേഖയ്ക്ക് ഉൾപ്പെടെയാണ് ആഭ്യന്തര വകുപ്പ് മറുപടി കൊടുത്തിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ ചില വെളിപ്പെടുത്തലുകളുണ്ട്. അത് പറയുന്നതിന് മുൻപ് ആർ ശ്രീലേഖയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത്, നിങ്ങളൊരു IPS ഉദ്യോഗസ്ഥയായിട്ടിരുന്ന ആളല്ലേ, ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ എന്തിനാണ് ഇത്ര പൊള്ളൽ? ഇരുന്ന കസേരയോട് പോലും ഒരു ബഹുമാനം കാണിക്കാത്ത നിലപാടാണ് ശ്രീലേഖയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കാരണം സുഗതൻ അത്ര നല്ല ആളൊന്നുമല്ല. അയാളുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ BJP-കാർ അയാളെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. പക്ക ക്രിമിനലുകളെയൊക്കെ ഇങ്ങനെ പാർട്ടിക്കാർ, രാഷ്ട്രീയക്കാർ ഓരോ പദവി കൊടുത്ത് വാഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പിന്നീട് ഇവർ കാരണം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയായാലും അത് നേരിടാനും പാർട്ടി തയ്യാറാകണം. അല്ലെങ്കിൽ ഇതുപോലെ വെള്ളപൂശാൻ വന്ന് നാണം കെടേണ്ടി വരും. ആർ ശ്രീലേഖയൊക്കെ എന്തായിരുന്നു പോലീസിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു. അതായത്, സുഗതനെതിരെ നടപടിയെടുത്തതിൽ പോലീസിനെ വിമർശിക്കുകയായിരുന്നു ഒരു IPS-കാരി കൂടിയായിരുന്ന ആർ ശ്രീലേഖ. നിങ്ങൾക്ക് എങ്ങനെയാണ് IPS കിട്ടിയത് എന്നായിരുന്നു ഇപ്പോൾ നാട്ടുകാർ ഈ വിഷയത്തിൽ, അതായത് കേരളത്തിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ ശ്രീലേഖയെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കയറി എന്നതുകൊണ്ട് നിങ്ങളുടെ കരിയറിനെ, അതായത് നിങ്ങൾ ചെയ്തിരുന്ന ഒരു ജോലിയെ, നിങ്ങളുടെ ആ ഒരു കരിയറിനെ പോലും, ഇരുന്ന കസേരയെ പോലും അപമാനിക്കുന്ന തരത്തിലേക്ക് നിലപാടുകൾ പറയരുത്. നമുക്ക് രാഷ്ട്രീയപരമായി ചായ്വുകളും ചരിവുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒരു ഉദ്യോഗസ്ഥയായിട്ടിരുന്ന, അതും ഒരു IPS-കാരിയായിട്ട് കേരള പോലീസിലിരുന്ന, ഉന്നത പദവിയിലിരുന്ന ഒരാളുടെ വായിൽ നിന്ന് വരേണ്ട വാക്കുകളായിരുന്നില്ല ആർ ശ്രീലേഖയിൽ നിന്നുണ്ടായത്. BJP-യിൽ കയറിയതോടുകൂടി ശ്രീലേഖയുടെ നാവിൻ തുമ്പിൽ നിന്നും സംഘപരിവാറിൻ്റെ ചില വാക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് നിങ്ങൾക്കൊട്ടും ഭൂഷണമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. മുൻപ് ഒരു പ്രതിഷേധം നടന്നപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ പോയിരുന്ന് പോടാ പുല്ലേ പോലീസെ എന്ന് വിളിച്ച ആർ ശ്രീലേഖയെ നമ്മൾ കണ്ടു. അപഹാസ്യമാണ്, പരിഹാസമാണ്, നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത് എന്ന് അന്ന് സോഷ്യൽ മീഡിയ വലിയ പ്രതികരണം നടത്തിയിരുന്നു. അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ കുറച്ച് മാന്യതയും മര്യാദയും ആർ ശ്രീലേഖ കാണിക്കുക. ഇനി നമുക്ക് സുഗതന്റെ കാര്യത്തിലേക്ക് വരാം. സുഗതൻ അത്ര നല്ല ആളാണോ? അല്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. ഗുണ്ടാ നിയമപ്രകാരം നടപടി സ്വീകരിച്ചതിനെതിരെയാണ് രാഷ്ട്രീയ സംഘടനകൾ വ്യാപക പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത്, ഈ പറയുന്ന സുഗതനെതിരെ പോലീസ് നടപടിയെടുത്തത് BJP-യുടെ കോർപ്പറേഷന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള വിചിത്രവാദമാണ് അവർ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സുഗതന്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രമാണ് ആഭ്യന്തര വകുപ്പ് വലിച്ചു പുറത്തിട്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായാണ് സുഗതനെതിരെ നടപടിയെടുത്തത് എന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ ഈ നീണ്ട പട്ടിക. വധശ്രമം, കൊലപാതക ശ്രമം, ലഹളയുണ്ടാക്കൽ, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി പൊതുസമൂഹത്തിന് കടുത്ത ഭീഷണിയാകുന്ന 19 ക്രിമിനൽ കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളതെന്ന് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. കൗൺസിലർ സുഗതനെതിരെ വിവിധ കടുത്ത വകുപ്പുകൾ പ്രകാരം 3 നരഹത്യാ ശ്രമക്കേസുകളും 1 കൊലപാതക ശ്രമക്കേസും നിലവിലുണ്ട്. മുൻപ് രജിസ്റ്റർ ചെയ്ത കൊലപാതക ശ്രമക്കേസിന് പുറമെ വിവിധ വർഷങ്ങളിലായി 3 നരഹത്യാ ശ്രമക്കേസുകളും ഇയാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. പുതിയതും പഴയതുമായ നിയമങ്ങളിലെ കർശനമായ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസുകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. പൊതുസ്ഥലത്ത് ക്രമസമാധാന നില തകർത്ത് ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിന് ഇയാൾക്ക് കോടതി മുൻപ് 4000 രൂപ പിഴ ചുമത്തിയിരുന്നു. ലഹളയുണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തിയതിന് നിലവിൽ കോടതിയിൽ വിചാരണ നേരിടുന്ന കേസും ഇയാൾക്കെതിരെയുണ്ട്. ഇതിനു പുറമെ ഭീഷണിപ്പെടുത്തി കലാപം സൃഷ്ടിച്ച് ആളുകളെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും
നാശനഷ്ടങ്ങൾ വരുത്തി അക്രമം അഴിച്ചുവിട്ടതിനും വട്ടിയൂർക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വഴിതടയൽ, അസഭ്യം പറയൽ, ഭീഷണിപ്പെടുത്തൽ, വസ്തുവകകൾ നശിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ വർഷങ്ങളിലായി നിരവധി കേസുകളാണ് സുഗതന്റെ പേരിലുള്ളത്. കൂടാതെ പുതിയ നിയമപ്രകാരം പൊതുയോഗങ്ങൾ ഭീഷണിപ്പെടുത്തി തടസ്സപ്പെടുത്തിയതിനും അനുവാദമില്ലാതെ ഉച്ചഭാഷിണി പ്രവർത്തിപ്പിച്ചതിനും നിയമവിരുദ്ധമായി ആളുകളെ കൂട്ടി പൊതുസ്ഥലത്ത് തടസ്സം സൃഷ്ടിച്ചതിനും ഇയാൾക്കെതിരെ നിലവിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവ് പ്രദേശത്ത് ഇരുവിഭാഗങ്ങൾക്കിടയിൽ നിരന്തരം സംഘർഷങ്ങൾക്കോ വലിയ കലാപങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി 1 വർഷം വരെ സമാധാനം പാലിക്കണമെന്ന ബോണ്ട് ഒപ്പിട്ട് നൽകാൻ മുൻവർഷങ്ങളിൽ മജിസ്ട്രേറ്റ് ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നതുമാണ്. 4-ലധികം തവണയാണ് ഇത്തരത്തിൽ സമാധാന ലംഘനം ഉണ്ടാകാതിരിക്കാൻ അധികൃതർ സുഗതന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ നിരന്തരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് പതിവാക്കിയ പശ്ചാത്തലത്തിലാണ് കൗൺസിലർ സുഗതനെതിരെ ഗുണ്ടാ നിയമപ്രകാരം കടുത്ത നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ടുള്ളത്. ഇതോടെ രാഷ്ട്രീയ വേട്ടയാടൽ വാദങ്ങൾ ജനമധ്യത്തിൽ പൊളിയുകയാണെന്ന് ഭരണ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു.